ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ നമുക്ക് ഇവിടെ ഇടാമെന്ന് എഴുതി. അപ്പോൾ കാലത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ വിരിച്ചിടാന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 45 ഡിഗ്രി വരെ ഇന്നലെ രാത്രി പോയി. സോ ഇനി വിൻ്ററിൻ്റെ ബ്ലാങ്കറ്റൊക്കെ പുറത്തിറക്കാനുള്ളൊരു സമയമായിട്ടുണ്ടെന്ന് തോന്നണു. ഈ ബെഡ് വിരിച്ചിട്ടേക്കുന്നത് കാണുന്നത് തന്നെ ഒരു മനസ്സമാധാനമാണ് കാലത്ത് തന്നെ. സോ ആ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് തന്നെയാണ് പിള്ളേരുടെ മുറിയിലും. അവരുടെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് ഒരു ലോഡ് ടോയ്സുമായിട്ടാണ് രണ്ടാളും കൂടി ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പറക്കിയെടുത്ത് വെക്കലാണ് കാലത്തെ എൻ്റെ ഫസ്റ്റ് പരിപാടി. പിന്നെ എല്ലാ ദിവസവും കാലത്ത് ഇങ്ങനെ ബ്ലൈൻഡ്സൊക്കെ തുറന്നിടുമ്പോൾ നല്ല വെളിച്ചവും വെയിലൊക്കെ നമുക്ക് അകത്തോട്ട് കിട്ടും. പിന്നെ ഇന്ന് മോർണിംഗ് ഞാനും പിള്ളേരും മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഏട്ടന് ഇന്ന് ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് ക്ലാസ്സിൻ്റെ ട്രയൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ കുറേ ദിവസം ഇവിടെ പുട്ടിൻ്റെ പാട്ടൊക്കെ പാടി നടക്കുന്നു. സോ ഇന്ന് ഞാൻ എന്തായാലും പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഫസ്റ്റ് നമുക്കൊരു കട്ടനിട്ട് തുടങ്ങാം. ഇന്ന് എനിക്കങ്ങനെ ചായയും കാപ്പിയും കുടിക്കാനൊന്നും മൂടില്ല. നല്ല ഏലക്കയും സിനമണൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ. ഈ പുട്ടും കടലയൊക്കെ പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ സ്ക്രാമ്പിൾഡ് എഗ്സും സോസേജും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മുട്ട പൊട്ടിച്ചു തുടങ്ങിയപ്പോഴേ സിദ്ധു എത്തി, അവനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തു. പാലൊഴിച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും. അപ്പോൾ രണ്ടാളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കൂടെ കൂടി. അപ്പോൾ മീൻ പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചുമ്മാ ചിക്കി എടുത്താൽ മതി, എളുപ്പത്തിലാവും. ഈ രണ്ടാൾക്കും കൂടി ഇവിടെ ഇതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണാനായിട്ട്. Sidhu, pour little bit, then me, I will pour little bit. Okay. Hold. Yeah. സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് സോസേജസ് ഉണ്ടാക്കി. അല്ലെങ്കിൽ രണ്ടാൾക്കും പെട്ടെന്ന് വിശക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് പിന്നെ സ്നാക്സും കഴിച്ചായിരിക്കും നടക്കും. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കുള്ള പുട്ടുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. കടലക്കറി ഇന്നലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു എളുപ്പമുണ്ട്. അതുകൊണ്ട് അത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഞാനിവിടെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഡബിൾ ഹോഴ്സിൻ്റെ ഒക്കെ പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോൾ അവിടെ കാണുന്ന ചിലപ്പോൾ നിറപറ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് ആയിരിക്കും. അതുപോലെ ഏതെങ്കിലും ഉള്ള നാട്ടിൽ നിന്ന് വരുന്ന പുട്ടുപൊടി യൂസ് ചെയ്താണ് ഞങ്ങൾ കൂടുതലും പുട്ടുണ്ടാക്കാറ്. അപ്പോൾ പുട്ട് വേവുമ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിയായിട്ടിലോട്ട് ഇറങ്ങി. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു സൺഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. 2 പേരും കൂടി സമ്മറിലിട്ട കുറേ സീഡ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 എണ്ണം വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം നന്നായിട്ട് വിരിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി. പിള്ളേർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടലക്കറി എടുത്ത് ചൂടാക്കുകയാണ്. പുട്ടുകുറ്റിന്ന് പുട്ട് പ്ലേറ്റിലോട്ട് വന്നപ്പോഴേക്കും ദാ കിടക്കണം, എല്ലാം കൂടി പൊടിഞ്ഞു പോയി. പിന്നെ എസ്തെറ്റിക്കിന് കുറവൊന്നും വരുത്തണ്ടെന്ന് കരുതി ഞാൻ അപ്പോൾ അടുത്ത പുട്ട് ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലുണ്ടാക്കി. ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊരു പുതിയ ഷോ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ദ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇട്ടുകൊണ്ട് ഞാൻ പുട്ടും കടലയും കൂടി കഴിക്കട്ടെ. അപ്പോഴേക്കും ഏട്ടൻ ചിരിച്ചെത്തും. എന്നിട്ട് എനിക്ക് ജിമ്മിൽ പോവാം. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ ആണെന്നും പറഞ്ഞ് ഞാനും വിഷമിക്കണ്ട കേട്ടോ. അടുത്ത വ്ളോഗ് വരുന്നുണ്ട്.